അരിശമായ ഒരു ചുവന്ന ഗ്രഹം എന്നതായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ ധാരണ. എന്നാൽ ആ ധാരണകളെ അടിമുടി മാറ്റുന്ന ഒരു പുതിയ കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ. ചൊവ്വയിലെ ഹീബ്രസ് വാലസ് എന്ന മേഖലയിൽ 8 വലിയ ഗുഹകളാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിനടിയിലുള്ള ഈ ഗുഹകളിൽ അജ്ഞാതമായ ഒരു വലിയ ലോകം തന്നെ നിലനിൽക്കുന്നുണ്ടാകാമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. സാധാരണയായി ചൊവ്വയിൽ കാണപ്പെടുന്ന ഗുഹകൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മൂലമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ ഗുഹകളുടെ പ്രത്യേകത അവ ജലത്തിന്റെ പ്രവർത്തനത്താൽ രൂപപ്പെട്ടതാണെന്നതാണ്. ഭൂമിയിൽ കാണപ്പെടുന്ന കാസ് ഗുഹകൾ പോലെ ലയിക്കുന്ന സ്വഭാവമുള്ള പാറകളിലൂടെ വെള്ളം ഒഴുകി അവ അലിഞ്ഞു ചേർന്നാണ് ഇവ രൂപപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു ഗ്രഹത്തിൽ ഇത്തരമൊരു പ്രതിഭാസം കണ്ടെത്തുന്നത് ഇതാദ്യമായാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നാസയുടെ മാസ് ഗ്ലോബൽ സർവേയർ ഉൾപ്പെടെയുള്ള വിവിധ ഉപഗ്രഹ ദൗത്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഈ കണ്ടെത്തലിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിയത്. ഈ പ്രദേശത്ത് കണ്ടെത്തിയ കാർബണേറ്റുകളും സൾഫേറ്റുകളും ഒരിക്കൽ അവിടെ ജലപ്രവാഹം ഉണ്ടായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് നൽകുന്നത്. ഉൽക്കാശിലകൾ പതിച്ചുണ്ടാകുന്ന ഗർത്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗുഹകൾക്ക് ഉയർന്ന വശങ്ങളോ ചുറ്റും ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങളോ ഇല്ല. പകരം ചൊവ്വയുടെ അന്തർഭാഗത്തേക്ക് നീളുന്ന വലിയൊരു തുരങ്ക ശൃംഖലയുടെ പ്രവേശന കവാടങ്ങളെ പോലെയാണ് ഇവ കാണപ്പെടുന്നത്. ഈ കണ്ടെത്തൽ ചൊവ്വയിലെ ജീവന്റെ സാധ്യതകളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ നിർണായകമാണെന്നാണ് പറയപ്പെടുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിലെ കഠിനമായ താപനിലയും മാരകമായ സൗരവികിരണങ്ങളും ജീവന് വെല്ലുവിളിയാണെങ്കിലും ഈ ഗുഹകൾക്കുള്ളിൽ സൂക്ഷ്മാണുക്കൾക്ക് അതിജീവിക്കാൻ അനുയോജ്യമായ സുരക്ഷിത താവളങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ മാത്രം ഒതുങ്ങാതെ ഈ ആഴങ്ങളിലേക്ക് കൂടി നീളും. ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഒരു പക്ഷേ ഈ ചുവന്ന മണ്ണിനിടയിലെ ഇരുളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.